ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ ഇൻട്രാസ്കോഡ് മത്സരങ്ങൾ കളിച്ചിരിക്കുകയാണ്. നാളെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യത്തെ ടെസ്റ്റ്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ കളിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുത്തത് രോഹിത് ശർമ്മയും ജയ്സ്വാളുമാണ്. രണ്ടുപേരുമായിരുന്നു ഓപ്പണിംഗിൽ ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു കളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോക്സിംഗ് ഡേ ടെസ്റ്റിന് തുടക്കമാവുന്നത് നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 1:30 മത്സരം തുടങ്ങുന്നത്. രോഹിത് ശർമ്മ, കോഹ്ലി, ബുംറ തുടങ്ങി ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ടീമിലേക്ക് മടങ്ങി വന്നു. നാളത്തെ മാച്ചിൽ മഴ പെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കളി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. നാളത്തെ പിച്ചിൽ പേസർമാർക്കാണ് ആനുകൂല്യം. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീം ഇൻട്രാസ്കോഡ് മത്സരങ്ങൾ കളിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് രോഹിത്തിന്റെ ടീം, മറുഭാഗത്ത് ജഡേജയുടെ ടീം. ഇങ്ങനെയാണ് ഇൻട്രാസ്കോഡ് മത്സരം കളിച്ചിരിക്കുന്നത്. ഇതിൽ രോഹിത് ശർമ്മയുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുകയും ചെയ്തു. അതുപോലെ ജയ്സ്വാളും സെഞ്ചുറി അടിച്ചു. രണ്ടുപേരും മികച്ച കളിയാണ് ഇന്ന് കാഴ്ചവെച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് നാളത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും നാളെ സെഞ്ചുറി അടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ മികച്ച കളിയാണ് രണ്ടുപേരും ഇന്ന് പുറത്തെടുത്തത്. ഇന്ത്യക്ക് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് വൺ ഡൗണിൽ ഇറങ്ങിയത് ശുഭ്മാൻ ഗില്ലാണ്. ഇതേ സമയം തന്നെ ജഡേജയുടെ ടീമിൽ കോഹ്ലിയാണ് നന്നായി കളിച്ചത്. ജഡേജ, കോഹ്ലി, ബുംറയെല്ലാം അവരുടെ ടീമിലായിരുന്നു. മൊത്തത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ രണ്ട് ടീമും നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ഇന്ത്യൻ താരങ്ങൾ ഫോമിലാണെന്നാണ്. നാളത്തെ ടെസ്റ്റിൽ ഇന്ത്യ തകർത്തടിക്കും. സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ലായിരിക്കും. ഇന്ത്യൻ താരങ്ങൾ നല്ല ഫോമിലാണ്. നാളത്തെ മത്സരത്തിൽ മഴ പെയ്താൽ കളി മുടങ്ങിയേക്കും. മഴ പെയ്തില്ലെങ്കിൽ കുറെ കാലത്തിന് ശേഷം ഇന്ത്യൻ ആരാധകർക്ക് നല്ലൊരു ടെസ്റ്റ് സീരീസ് കാണാൻ സാധിക്കും. നാളെ ഉച്ചയ്ക്ക് 1:30 മാച്ച് ആരംഭിക്കുന്നത്. എല്ലാവരും നാളത്തെ കളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പര, അത് ഇന്ത്യയുടെ ചരിത്ര നേട്ടമാണ്. അപ്പോൾ നമുക്ക് നാളത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.